നമുക്ക് ചുരിദാറിന്റെ ഷോൾഡർ മെഷർമെന്റിനെ പറ്റി ഒന്ന് നോക്കിയാലോ. ചുരിദാറിന്റെ ആണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ പുതിയൊരു ചുരിദാർ തയ്ക്കാനായിട്ട് എന്താ ചെയ്യുക, ഏതെങ്കിലും പഴയ ചുരിദാറിന്റെ ആ ചുരിദാർ പുതിയ തുണിയുടെ മേളിൽ വെച്ചിട്ട് അത് ട്രേസ് ചെയ്തിട്ടായിരിക്കും അവരത് കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് നമ്മളൊരു ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മുടെ കഴുത്തിറക്കത്തിനനുസരിച്ച് നമ്മുടെ ഷോൾഡർ മെഷർമെന്റിൽ വ്യത്യാസം വരും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഷോൾഡർ മെഷർമെന്റ് വരുന്നത് 14 ഇഞ്ച് ആണെങ്കിൽ നമ്മൾ തുണി 2 ഫോൾഡ് ആയിട്ട് മടക്കിയിട്ടായിരിക്കും അല്ലേ കട്ട് ചെയ്യണേ. അപ്പോൾ 14 ഇഞ്ചിന്റെ പകുതി എടുത്തിട്ടായിരിക്കും നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 14ന്റെ പകുതി വരുന്നത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നെക്ക്, അതായത് എൻ്റെ കഴുത്തിറക്കം കൂടുന്നതിനനുസരിച്ച് എൻ്റെ ആ ഷോൾഡർ മെഷർമെന്റിൽ വ്യത്യാസം വരും. ആ ഒരു വ്യത്യാസം വലിയ ഫോർമുലാസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അതിന്റെ കാൽക്കുലേഷൻ ഒന്ന് കാണിക്കാം. നമ്മുടെ പേജിൽ കൂടുതലായിട്ടും വരുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചുരിദാറൊക്കെ സ്വന്തമായിട്ട് വരണമെങ്കിലൊക്കെ തയ്ച്ചിടണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്തിട്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഷോൾഡർ, നമ്മുടെ കഴുത്തിറക്കം കൂടുന്നതിനനുസരിച്ച് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഷോൾഡർ 14 ഇഞ്ചാണെന്ന് വെക്കേ. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഷോൾഡർ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുക? ഈ 14ന്റെ പകുതി കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുക. 14ന്റെ പകുതി 7 ഇഞ്ചായിരിക്കും. അതായത് നമ്മൾ 2 ഫോൾഡ് ആയിട്ടായിരിക്കും തുണി വെക്കുന്നത്. 2 ഫോൾഡ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് നമ്മുടെ 7 ഇഞ്ച്. പക്ഷെ നമ്മുടെ കഴുത്തിറക്കം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഷോൾഡർ മെഷർമെന്റിൽ വ്യത്യാസം വരും. അതാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ നോർമലി ഒരു റെഡിമെയ്ഡ് ചുരിദാർ എടുക്കുമ്പോൾ 1, 2, 3, അതായത് ഇത് ബാക്ക് നെക്ക് ലെങ്ത് ആണ് കേട്ടോ. ബാക്ക് നെക്ക് ലെങ്ത് ആണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ചുരിദാറിന്റെ പുറകിലെ കഴുത്തിന്റെ നീളം അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഷോൾഡർ മെഷർമെന്റിൽ മാറ്റം സംഭവിക്കുക. നമ്മൾ റെഡിമെയ്ഡ് ചുരിദാർ എടുക്കുമ്പോൾ നോർമലി നമുക്ക് ഈ ഒരു അളവിലായിരിക്കും നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് ഉണ്ടാകുക, 3 വരെ. ഈ നമ്മുടെ പുറകിലെ കഴുത്തിറക്കം 3 ഇഞ്ച് വരെയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഷോൾഡർ തന്നെ നമുക്ക് എടുത്ത് കട്ട് ചെയ്താൽ മതി. നമ്മുടെ ഈ പകുതി ഷോൾഡർ എത്രയാണോ അത് തന്നെ എടുത്ത് കട്ട് ചെയ്താൽ മതി. ഇനി അതിൽ കൂടുമ്പോഴാണ്, അതായത് 3 ഇഞ്ചിൽ കൂടുമ്പോഴാണ് നമ്മൾ ഷോൾഡർ മെഷർമെന്റിൽ മാറ്റം വരുത്തുന്നത്. അതായത് നമ്മുടെ പുറകിലെ കഴുത്തിന്റെ ഇറക്കം ഒരു 4 ഇഞ്ച് ആണെങ്കിൽ നമ്മൾ ഈ 7 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറക്കണം. അതായത് 7ൽ നിന്ന് 1 കുറക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടും. അപ്പൊ നമ്മൾ 6 ഇഞ്ചേ ഷോൾഡർ കട്ട് ചെയ്യാവുള്ളൂ 4 ആണെങ്കിൽ. ഇനി അഥവാ ഇനി 5 ആണെങ്കിലോ, അപ്പൊ 1 ഇഞ്ചും കൂടി കൂടി 5 ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്തിന്റെ ലെങ്ത് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1.25 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്. അതായത് ഈ 7 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് കുറക്കണം. അപ്പൊ എത്ര കിട്ടും? 5.25 ഇഞ്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 5.25 ഇഞ്ചായിരിക്കും നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ 5.25 ഇഞ്ചായിരിക്കും നമ്മുടെ ഷോൾഡർ വരുന്നത്. ഇനി 6, 7, 8 ഈ രീതിയിലാണ് നമ്മുടെ കഴുത്തിറക്കം വരണമെങ്കിൽ. 8 വരെയൊക്കെ നോർമൽ ചുരിദാറിന്റെ കഴുത്തിറക്കം വരുള്ളൂ. അപ്പോൾ 6, 7, 8 ഒക്കെ, അതായത് ഇത്രയും 5 കഴിഞ്ഞിട്ട് 6 മുതൽ 8 വരെയൊക്കെയാണ് നമ്മുടെ കഴുത്തിറക്കം വരണമെങ്കിൽ നമ്മളൊരു 2 ഇഞ്ചാണ് കുറക്കണം. അതായത് നമ്മുടെ പ്രോപ്പർ ഷോൾഡറിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറക്കണം. അതായത് 7ൽ നിന്ന് 2 കുറച്ച് 5 ഇഞ്ച്. ഈ 5 ഇഞ്ചായിരിക്കും നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു അളവ് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ചുരിദാറിന് ഷോൾഡർ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചുരിദാർ കറക്റ്റ് അളവിൽ നമ്മളുടെ ബോഡിയിൽ ഫിറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ, നല്ല ഷേപ്പിൽ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഷോൾഡർ കുറച്ച് ഇറങ്ങി നിൽക്കും, അല്ലെങ്കിൽ കഴുത്ത് മലർന്നിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ ഒരു രീതി, ഇത് വലിയ ഫോർമുലാസ് ഒന്നുമില്ല, ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇത് ഫോർമുലയേ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചുരിദാറിന്റെ ഷോൾഡർ മെഷർമെന്റ് ആണ്, ബ്ലൗസിന്റെ അല്ല. ബ്ലൗസിന്റെ ഷോൾഡർ മെഷർമെന്റ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഡീപ്പ് നെക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഷോൾഡർ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോകുന്ന പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അത് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം, പേജ് ഫോളോ ചെയ്യാൻ വേണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.